ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. 2026 നക്ഷത്രഫലത്തില് ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് ഉണർദം, പൂയം, ആയില്യം ഈ 3 നക്ഷത്രക്കാരുടെ 2026 ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നക്ഷത്രഫലം 2026 നക്ഷത്രഫലം നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 4 ഗ്രഹങ്ങളുടെ സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് വ്യാഴ ഗ്രഹം, ശനി ഗ്രഹം, രാഹു, കേതുക്കൾ ഈ 4 ഗ്രഹങ്ങളാണ് പതിയെ മാത്രം ട്രാൻസിറ്റ് ചെയ്യുന്ന ഗ്രഹങ്ങൾ, പതിയെ മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ 4 ഗ്രഹങ്ങൾ. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാസ്റ്റർ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഓരോ നക്ഷത്രക്കാർക്കും ഏറ്റക്കുറച്ചിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം 2026 ഫലങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഉണർദം നക്ഷത്രക്കാരുടെ 2026 ഫലമാണ്. ഉണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വർഷമാകും 2026. ജോലി സംബന്ധമായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ, മുൻപോട്ട് നയിക്കാൻ ഉള്ള ആ ഒരു ഊർജം, ആ ഒരു ദൈവാധീനമുള്ള ഒരു വർഷമാകും 2026 ഉണർദം നക്ഷത്രക്കാർക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വർഷമാകും. പ്രൊമോഷൻ റിക്വസ്റ്റ് കൊടുത്തവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തവർക്കും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ് അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു അങ്ങനെയുള്ള ഒരു ഭാഗ്യം ഉള്ള ഒരു വർഷമാണ് 2026. ആ ഒരു കണ്ടുമുട്ടൽ മൂലം ജീവിതത്തിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാനുള്ള അങ്ങനെയുള്ള സൗഭാഗ്യം ചില ഉണർദം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം കാണിക്കുന്നു. കുടുംബക്ഷേത്ര ദർശനം ഇടയ്ക്ക് ചെയ്യുക. അതുപോലെ തന്നെ യഥാശക്തി വഴിപാടും കൂടി ചെയ്ത് മുൻപോട്ട് പോവുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ സഹായകരമാകുന്നു. ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണർദം നക്ഷത്രക്കാർക്ക് 2026 നിങ്ങളുടെ സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് ചെറിയ തോതിലുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2026 ഉണർദം നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ബന്ധങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുന്ന നല്ലൊരു വർഷമാണ് ഉണർദം നക്ഷത്രക്കാർക്ക്. അതുപോലെ നിങ്ങളുടെ ജനന സമയത്തുള്ള രാശി ആ ഒരു ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ രാശി ചിന്ത ചെയ്തുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരം കൂടി ചെയ്തു പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അനുകൂലമായി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാകും 2026. അങ്ങനെ ഉള്ള എന്തെങ്കിലും ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ എന്റെ ആസ്ട്രോളജി റിലേറ്റഡ് ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളതാണ്. അങ്ങനെ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കബഡി പ്രശ്നത്തിലൂടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരുന്നതാണ്. അതിന് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതിയാവും. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അടുത്തത് പൂയം നക്ഷത്രക്കാർ. പൂയം നക്ഷത്രക്കാർക്ക് തുടക്കം കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ അതിനുശേഷം നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാകും 2026. തുടക്കത്തിൽ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ആ ബുദ്ധിമുട്ടുകളെല്ലാം അതിനുശേഷം മാറിക്കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് 2026 തുടക്കം അത്ര അനുകൂലമാവില്ല. അതിനുശേഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും അതുപോലെ തന്നെയാണ്. തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ ഫിനാൻസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വർഷമാകും 2026 മാർച്ചിന് ശേഷം പൂയ നക്ഷത്രക്കാർക്ക്. അതുപോലെ കുടുംബ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ കുടുംബത്തിൽ വെച്ചാരാധനയോ കാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ദൈവാധീനം പ്രശ്നം വെച്ച് കണ്ട് പരിഹാരം ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതല്ലെങ്കിൽ ചിലപ്പോൾ തടസ്സമായി നേരിടാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് യഥാവിധി നടപടികൾ ചെയ്തു പോവുകയാണെങ്കിൽ
നിങ്ങൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വർഷമാകും പൂയം നക്ഷത്രക്കാർക്ക് 2026. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള പഠനപരമായിട്ടുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള മടി കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാൻ സരസ്വതി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ വിദ്യാഗോപാല അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. ആരോഗ്യപരമായും ചെറിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ആരോഗ്യപരമായി ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ കാണിക്കുന്നുണ്ട് പൂയം നക്ഷത്രക്കാർക്ക്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള അസ്വാരസ്യം, വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം നിയന്ത്രിച്ച് അങ്ങനെയുള്ള നിങ്ങളുടെ സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ 2026 പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാകും. അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ വിഘ്നേശ്വര പ്രീതിയും അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ ഭദ്രകാളി പ്രീതിയും ഹനുമാൻ സ്വാമി പ്രീതിയും നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ദിവസവും ഭദ്രകാളി ഗായത്രി മന്ത്രവും ഹനുമാൻ ചാലിസയും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വർഷമാകും പൂയം നക്ഷത്രക്കാർക്ക് 2026. അടുത്തത് ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാരുടെ 2026 ഫലം നമുക്ക് നോക്കാം. ആയില്യ നക്ഷത്രക്കാർക്ക് 2026 തുടക്കം ഒരു ഏപ്രിൽ, മെയ്, ജൂൺ വരെ, 2026 പകുതി വരെ ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും, അതുപോലെ ഹയർ സ്റ്റഡീസുമായിട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും, വിവാഹം ആലോചിക്കുന്നവർക്കും, ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തവർക്കും, പ്രൊമോഷൻ റിക്വസ്റ്റ് കൊടുത്തവർക്കും, അങ്ങനെ ജോലി അന്വേഷിക്കുന്നവർക്ക് എല്ലാം ജൂൺ മാസം വരെ, 2026 ജൂൺ മാസം വരെ വളരെ നല്ല സമയമാണ്. അതിനുശേഷം ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോകുക. ശത്രുപരമായിട്ടുള്ള തടസ്സം ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. സംസാര നിമിത്തം ശത്രു തടസ്സം, അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സംസാരം നല്ല രീതിയിൽ നിയന്ത്രിക്കുക. കുടുംബത്ത് അങ്ങനെ നിങ്ങളുടെ സംസാര നിമിത്തം ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ആയില്യ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാര ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ പഴയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ആയില്യ നക്ഷത്രക്കാർക്കും പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പൊതുവെയുള്ള നക്ഷത്ര ഫലമാണ്. നിങ്ങളുടെ നിലവിലുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ദശാസന്ധി ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ പേഴ്സണലി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതിയാകും. അതിനകത്ത് പേഴ്സണൽ കൺസൾട്ടേഷൻ, കവടി പ്രശ്നത്തിലൂടെ പേഴ്സണൽ കൺസൾട്ടേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉള്ളതാണ്. അപ്പം അങ്ങനെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഡേറ്റും ടൈമും തീർച്ചയായിട്ടും അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ തോതിലുള്ള നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള നയന ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആയില്യ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വർഷമാകും ആയില്യ നക്ഷത്രക്കാർക്ക് 2026. തുടക്കം ജൂൺ വരെ വളരെ നല്ല സമയമാണ്. ആ സമയത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുക. അതിനുശേഷം നല്ല ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമായിരിക്കും. അപ്പം ഇത്രയാണ് പുണർദം, പൂയം, ആയില്യ നക്ഷത്രക്കാരുടെ അടുത്ത 2026 ഫലം. ഇനി വരുന്ന നക്ഷത്രക്കാരുടെ ഞാൻ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.